എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ മംഗളംപള്ളി ബാലമുരളികൃഷ്ണ ഒരു പ്രാവശ്യം അദ്ദേഹം ഒരുപാട് കൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 16 വയസ്സിൽ അദ്ദേഹം 72 മേളകർത്താ രാഗങ്ങളിലും സോങ്സ് കമ്പോസ് ചെയ്തു. അതുമാത്രമേ അദ്ദേഹം കമ്പോസ് ചെയ്യാനായിട്ട് ഇരുന്ന് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന് ശേഷം വന്നതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന കോമ്പോസിഷൻസാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാട്ട്, അപ്പോൾ ഞാനിത് ലൈവായിട്ട് കണ്ടിട്ടുള്ളതായിട്ട് പറയുക, ഈ ഒരു ലിറിക്സ് എഴുതിയിട്ട് അതിന് ഈണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ട്യൂൺ വന്നിട്ട് ലിറിക്സ് എഴുതുകയോ ചെയ്യുന്നതല്ല. ആ സാഹിത്യവും സംഗീതവും കൂടെ ഒന്നിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അത് വളരെ അപൂർവം കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് വാക്ക് ഗേയ, ലിറിക്സ് മ്യൂസിക്. അപ്പോൾ വാഗ്ഗേയകാരൻ എന്ന് അധികം പേരെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വാഗ്ഗേയകാരനായിരുന്നു ബാലമുരളി സാർ. അപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം മഹനീ ഇങ്ങനൊരു സോങ് ഉണ്ടാക്കി. അപ്പോൾ അതുണ്ടാക്കി പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു രാഗം ഇല്ല. അപ്പോൾ അതിന് മഹതി എന്ന് പേരിട്ടു. മഹതി എന്ന് പേരിട്ട് നോക്കിയപ്പോൾ സാഗപനി 1 2 3 4 4 സ്വരമേ ഉള്ളൂ. അപ്പോൾ അതുവരെ കർണാടക സംഗീതത്തിൽ ഒരു രാഗത്തിനെ രാഗം എന്ന് പറയണമെങ്കിൽ മിനിമം 5 സ്വരം വേണം എന്നൊരു എഴുതപ്പെടാത്ത നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പലരും സാറിനെ ചോദ്യം ചെയ്തു, എങ്ങനെ 4 സ്വരത്തിൽ രാഗം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു വിവാദം ആയി. അപ്പോൾ ഈ വിവാദത്തിന് മറുപടിയായിട്ട് സാർ ഒരു 1 2 3 4 അങ്ങനെ 5-6 രാഗങ്ങൾ 4 സ്വരത്തിലുണ്ടാക്കി. അതായിരുന്നു സാറിൻ്റെ മറുപടി. അതിനുശേഷം സാറ് 3 സ്വരത്തിലൊരു രാഗം ഉണ്ടാക്കി. സ മ പ സ സ പ മ സ. അതിനാദ്യം സർവശ്രീ എന്നാണ് പേരിട്ടിരുന്നത്. പിന്നെ ദ പവർ ഓഫ് 3 എന്ന് പറഞ്ഞ് ത്രിശക്തി എന്ന പേര് മാറ്റി. അപ്പോൾ ഞാൻ ബാലമുരളികൃഷ്ണ സാറിൻ്റെ കൃതികളെക്കുറിച്ച് പലതവണ ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 10-30 പ്രാവശ്യം ബാലമുരളികൃഷ്ണ സാറിനെ ഓഡിയൻസിൽ ഫ്രണ്ട് റോയിൽ ഇരുന്നുകൊണ്ട് സാറിൻ്റെ മുമ്പിൽ സാറിൻ്റെ കൃതികളെക്കുറിച്ച് എനിക്ക് ലെക്ചർ കൊടുക്കാനുള്ള ഭാഗ്യമുണ്ട്. ഒരു കച്ചേരി പാടുന്നത് വ്യത്യാസമുണ്ട്, പക്ഷെ ലെക്ചർ എന്ന് പറയുന്ന ഉള്ളിലുള്ള പല കാര്യങ്ങളും പറയേണ്ടി വരും. ഓരോ ലെക്ടം കഴിഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റായോ, ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ. അപ്പോൾ സാറിനത് വലിയ സന്തോഷമായിരുന്നു. വെച്ചാൽ സാറിൻ്റെ തന്നെ കോമ്പോസിഷൻ, മറ്റേത് സാറ് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ആനലിസ്റ്റിനെ മാതിരി അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ റിതമിക് ക്വാളിറ്റി, ലിറിക്കൽ ക്വാളിറ്റി, മ്യൂസിക്കൽ ക്വാളിറ്റി ഇത് ഓരോന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ സാറ് തന്നെ ഇങ്ങനെ ആനന്ദിക്കുമായിരുന്നു. അപ്പോൾ സാറ് പറയുമായിരുന്നു, പീപ്പിൾ ആർ നോയിങ് ഹൂ ഈസ് ബാലമുരളി, വാട്ട് ഈസ് ബാലമുരളി ത്രൂ പ്രിൻസ് രാമവർമ്മ എന്ന് സാറ് പറയുമായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ സാറിൻ്റെ അടുത്ത് പറയും, എല്ലാ സാറിൻ്റെ ലെക്ടമിലും 4 സ്വരമുള്ള പല രാഗങ്ങളുണ്ട്. പക്ഷേ 3 സ്വരമുള്ള ഈ ഒരു സമപസ മാത്രമേ ഉള്ളൂ. അത് വീണ്ടും പാടി എനിക്ക് സ്വല്പം ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി 3 സ്വരമുള്ള ഒരു രാഗം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഒരിക്കലും യെസ് എന്ന് പറയുന്നില്ല, നോയും പറയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു കള്ള ലക്ഷണം കാണിച്ചിട്ട് ലെറ്റസ് നോക്കാം, അതെ ലെറ്റസ് സി എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഐ ഹാവ് സംതിങ് ഫോർ യു എന്ന് പറഞ്ഞ് ഒരു 3 സ്വരമുള്ള ഒരു രാഗം സാറ് ഉണ്ടാക്കി. അത് സ ഗ പ ആണ് ഇതിൻ്റെ 3 സ്വരങ്ങൾ. വളരെ ബ്യൂട്ടിഫുള്ളായ ഗണപതിയെക്കുറിച്ച് ഒരു കോമ്പോസിഷനാണ്. അപ്പോൾ ആ സോങ് പാടി ഉടൻ തന്നെ എന്നെ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, സാർ ഈ രാഗത്തിന് എന്താ പേരിടുന്നേ? ഗണപതി എന്ന് തന്നെ രാഗത്തിന് പേരിടും. അപ്പോൾ ഈ രാഗത്തിൻ്റെ പേര് ഗണപതി എന്നാണ്, സോങ് ഗണപതിയെക്കുറിച്ചാണ്. അപ്പോൾ അതിലൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ അതിൽ ത്രിഭുവന സർവം ത്വത് സ്വരൂപം, ഈ 3 ലോകങ്ങളുടെ എവറിത്തിങ് നിൻ്റെ സ്വരൂപമാണ്. ത്രികാല മൂലം, ഫ്യൂച്ചർ, പ്രസൻറ്റ്, പാസ്റ്റ്. അപ്പോൾ ഈ 3 കാലത്തിൻ്റെയും അടിസ്ഥാനം നീയാണ്. ത്രിലോക ദീപം, ഈ 3 ലോകങ്ങളെയും ദീപം നീയാണ് എന്ന് 3 ലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ സാർ ഇതെന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഈ 3 സ്വരമുള്ള രാഗത്തിൽ 3 ലൈനിൽ ത്രിഭുവന സർവം, ത്രികാല മൂലം, ത്രിലോക ദീപം എന്ന് വന്നല്ലോ. അപ്പോൾ ഇത് പറയും, അയ്യോ എനിക്ക് ഐ ഡിഡ്ന്റ് നോ, ഓൺലി നൗ വെൻ യു ആർ സേയിങ് ഓൺലി ഐ എം റിയലൈസിങ്. അപ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നൊരു കോമ്പോസിഷനാണ്. സാധാരണ ഞങ്ങളിത് സ്വരമൊക്കെ പാടി കുറച്ച് നീട്ടും, അത് സമയമില്ല, സോങ് മാത്രം പാടാം. രാഗം ഗണപതി.
ഗണപതിം ഗം ഗണപതിം ഗം ഗം ഗണപതിം ഗം ഗണപതിം ഗം ഗം ഗണപതിം ഗം 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 ഗണപതിം ഭജേഹം ഗം ഗണപതിം ഗം ഗം ഗണപതിം ഗം 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 ഗണപതിം ഭജേഹം ഗം ഗണപതിം ഗംഗാപതിസുതം ഗംഗാപതിസുതം ഗണനീയം ഗണഗണനീയം സദാ വന്ദനീയം ഗംഗാസുതം ഗണനീയ ഗണഗണനീയം സദാ വന്ദനീയം ഗം ഗണപതിം ഗം ഗം ഗണപതിം ഗം 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 ഗണപതിം ഭജേഹം ഗം ഗണപതിം ഭജേ ത്രിഭുവന സർവം ത്വത്സ്വരൂപം ത്രിഭുവന സർവം ത്വത്സ്വരൂപം ത്രികാലമൂലം ത്രിലോകമേ ത്രിഭുവന സർവം ത്വത്സ്വരൂപം ത്രികാലമൂലം ത്രിലോകമേ ശുഭകര മുരളീഗാനാലാപ സിദ്ധി ബുദ്ധി സന്തോഷ കലാപ ത്രിഭുവന സർവം ത്വത്സ്വരൂപം ത്രികാലമൂലം ത്രിലോകമേ ശുഭകര മുരളീഗാനാലാപ സിദ്ധി ബുദ്ധി സന്തോഷ കലാപ സിദ്ധി ബുദ്ധി സന്തോഷ കലാപ സിദ്ധി ബുദ്ധി സന്തോഷ കലാപം ഗം ഗണപതിം ഗം ഗം ഗണപതിം ഗം 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 ഗണപതിം ഭജേഹം ഈ ഗണപതി കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു തിയറി ഉണ്ട്. പക്ഷെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട് എന്നാണ് പറയുന്നത്. അത് സിദ്ധിയും ബുദ്ധിയും എന്നാണ് മിസ്സിസ് ഗണപതികളുടെ പേര്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ബുദ്ധിയുടെ റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫിനെയാണ് സിദ്ധി ബുദ്ധി. ഒരാൾക്ക് സ്ട്രോക്ക് വരികയാണെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയാൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, മറ്റേ സൈഡ് പാരലൈസ് ആയാൽ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ നോക്കുന്ന ബുദ്ധിയുടെ 2 ഹാഫിൻ്റെ ദൈവം ഗണപതിയാണെന്നാണ് പറയുന്നത്.